നമസ്കാരം. പവിത്രത്തിന്റെ നല്ലൊരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് വേദയുടെ സാമ്പാറാണ്. അപ്പോൾ വേദ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. അടുത്ത് തന്നെ നമ്മുടെ നന്ദിനി നിൽപ്പുണ്ട് കേട്ടോ. പരിപ്പ് വേവിച്ചു, കഷ്ണങ്ങൾ ഇട്ടു. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ എപ്പോൾ ചേർക്കും? കായപ്പൊടി ഇട്ടില്ലെങ്കിൽ സ്വാദ് കിട്ടില്ല കേട്ടോ. ഞാൻ വേണ്ട സമയത്ത് ചേർത്തോളാം കേട്ടോ ഏട്ടത്തി, വിഷമിക്കണ്ട, എന്നെ പഠിപ്പിക്കാൻ വരുന്നു. അപ്പൊ ദേഷ്യപ്പെട്ട വേദ അങ്ങോട്ടേക്ക് പോട്ടോ. ചെയ്യുന്നത് കാണുമ്പോ പണി അറിയാവുന്ന പോലെ ഉണ്ടല്ലോ, ഇവളിത് എപ്പ പഠിച്ചു എന്ന് നന്ദിനി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കാണ്. അപ്പൊ വേദ അപ്പുറത്തേക്ക് ചെന്നിട്ട്, അതെ, എനിക്ക് ഓൺലൈൻ ട്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാനിത് എപ്പ പഠിച്ചു എന്നല്ലേ വിചാരിച്ചത്? അതിനുള്ള ഉത്തരവായി ഇപ്പൊ അങ്ങോട്ടേക്ക് പറഞ്ഞത്. നന്ദിനി ഞെട്ടിപ്പോയി. മനസ്സിൽ വിചാരിച്ചത് എങ്ങനെ പറഞ്ഞു എന്ന് ആലോചിച്ച് അപ്പോഴാണ് വിക്രത്തിന്റെ ചെവിയും പിടിച്ച് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. ഇങ്ങോട്ടേക്ക് വാടാ, നിന്റെ കോമാളിത്തരമൊക്കെ ഞാൻ ഇപ്പൊ നിർത്തിത്തരാം. മോളെ ഇങ്ങി വാ എന്ന് പറഞ്ഞ് നേരെ വിളിച്ചോണ്ട് വരികയാണ് നമ്മുടെ വേദയുടെ അടുത്തേക്ക്. അതെ, സാമ്പാറി തൊട്ട അറിയാലോ എന്ന് ചോദിച്ചു. നന്ദിനിയെ പേടിപ്പിച്ചിട്ടാണ് വേദ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം വേദയിൽ ഇച്ചിരി പേടിയുണ്ട് നന്ദിനിക്ക്. അപ്പൊ നേരെ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പം മാഷും അതുപോലെ തന്നെ കമലയും വന്നു. അച്ഛമ്മേ, എന്റെ പൊന്നു മോളെ, എനിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം അറിയണം. ഈ കൊരങ്ങനെ എന്തടിസ്ഥാനത്തിലാണ് നീ പ്രേമിച്ചത് എന്ന് ഒന്ന് പറയോ എന്ന് ചോദിച്ചു. പറ. അത് പിന്നെ ജോലിയും കൂലിയും ഇല്ലാതെ ഏതോ ഒരു രാഷ്ട്രീയക്കാരന്റെ പുറകെ അച്ചാലും പിച്ചാലും നടക്കുന്ന ഇവനെ നീ എന്തടിസ്ഥാനത്തിലാ പ്രേമിച്ചതെന്നൊന്ന് പറയെന്റെ മോളെ. അതിപ്പോ ശ്രീരാമചന്ദ്രനെ കാണാതെയല്ലേ സീതാദേവിക്ക് ഇഷ്ടം തോന്നിയത്? അതുപോലെ തന്നെയല്ലേ അച്ഛമ്മേ പിന്നെ ദമയന്തി നളനെ നേരിട്ട് കണ്ടിട്ടല്ലല്ലോ പ്രേമിച്ചത്. അതുകൊണ്ട് അതുപോലെ എനിക്കും പറ്റിപ്പോയി എന്ന് പറഞ്ഞു. എന്റെ വിധിയും ചിലപ്പോ ഇതായിരിക്കും. സബാഷ് സബാഷ്, അടിപൊളി. ഇടിവെട്ടിയിടം വണ്ണം വേൽ മുറിഞ്ഞ ഒച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ, മൈഥിലി മയിൽപ്പീല പേട പോലെ സന്തോഷം പൂണ്ടാൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ആ കവിത? മോക്കറിയോ അത്? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ എന്ന് ചോദിച്ചു. ഇല്ല. ശ്രീരാമചന്ദ്രൻ വില്ലൊടിച്ചത് കേട്ട് സീതാദേവി സന്തോഷിച്ചതുപോലെ ഇവൻ ആളുകളുടെ എല്ലൊടിക്കുന്ന കണ്ടിട്ടായിരിക്കും നീ ചിലപ്പോ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്, അല്ലേ മോളെ? അപ്പൊ ഇത് കേട്ടിട്ട് വേദയ്ക്ക് ചിരിയാട്ടോ വന്നത്. ശരിക്കും പറഞ്ഞ എല്ലൊടിക്കുന്ന ആളാണ് വിക്രം എന്നുള്ളതാണ്. സുധാകര, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കേട്ടമ്മേ, ഇനിയുള്ള പുരാണങ്ങളൊക്കെ നിങ്ങൾ ഇരുന്ന് കേട്ടാ മതി എന്ന് പറഞ്ഞ് മാഷ് അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പൊ വേഗം മുത്തശ്ശി, അതെ, ആള് മാഷല്ലേ, സ്കൂൾ മാഷല്ലേ, ആ രസകനായില്ലെങ്കിലല്ലേ അത് അത്ഭുതമുള്ളൂ. അതൊന്നും വലിയത് കാര്യമല്ല. നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. അപ്പൊ രണ്ടുപേരും ചേർത്ത് നിർത്തി. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരിക്കുക. അടുത്ത് നിൽക്കന്റെ പിള്ളേരെ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കി എന്നിട്ട് അന്ന് തലയെ കൈ വെച്ച ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ എന്താ പറയാ, കണ്ണ് കിട്ടാതിരിക്കാനായിട്ട് ചെയ്യുന്നത് പോലെ ഒരു ഇതൊക്കെ ചെയ്ത് മുത്തശ്ശി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പൊ രണ്ടുപേരുടെയും ഇപ്പൊ മോള് പറഞ്ഞത് ശരിയാ. ശരിക്കും രാമനും സീതയും പോലെ തന്നെയുണ്ട്. നന്നായിട്ടുണ്ട്, നന്നായി ചേരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്താലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അയ്യോ അച്ഛമ്മേ, സാമ്പാർ തിളച്ചു, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വേഗം തന്നെ വേദ സാമ്പാറിന്റെ അടുത്തേക്ക് പോയി. കണ്ടോടാ, ഇതാണ്, ഈ കാണിക്കുന്നതാണ് ഉത്തരവാദിത്തം. നീ നിന്റെ പഴയ കളികളൊക്കെ നിർത്താറായി. ഇനി എങ്ങനെ വേണമെന്ന് ഈ അച്ഛമ്മ ഉപദേശിച്ചു തരാം, കേട്ടല്ലോ. ഇവിടെ നീ എന്ന് പറഞ്ഞു. അപ്പൊ കമല എന്ന് മാഷ് വിളിച്ചപ്പോ കമല അങ്ങോട്ടേക്ക് പോയി. അപ്പൊ നന്ദിനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നീ ആ മേടിച്ചതൊക്കെ കാപ്പി ഇങ്ങനെ ചൂടാക്കി എടുത്തോണ്ട് വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. വിക്രത്തിനെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട്, നീ എങ്ങനെ ഒപ്പിച്ചെടുത്തു? നീ ആള് കൊള്ളാവല്ലോ. കുറിച്ച് ഞാൻ ഇങ്ങനൊന്നും വിചാരിച്ചില്ല. എന്നാലും നീ ഉണ്ടല്ലോ കേമൻ തന്നെ, സമ്മതിക്കണം. പറയടാ, എങ്ങനെയാടാ ഈ പെണ്ണിനെ ഒപ്പിച്ചത്? പറയടാ അച്ഛമ്മയോട്. എന്റെ ദൈവമേ, പെട്ടു വിക്രം തലയെ കൈവച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യും? അച്ഛമ്മയോട് ഇനി എന്ത് പറയും? അതാണ് അറിയത്തില്ലാത്തത്. അപ്പൊ കമല എന്നപ്പോഴത്തേനും, എന്താ മാഷയെ വിളിച്ചത്? ആ പെൻഷൻ ബുക്ക് എവിടെയാ കമലായിരിക്കുന്നത്? മേശയിൽ തന്നെ ഇരിപ്പുണ്ടാവൂലോ എന്ന് പറഞ്ഞ് കമല എടുത്തു കൊടുക്കുക. അല്ല അമ്മ, ഈ പെട്ടെന്ന് വരാനുള്ള കാരണം എന്താ? മാഷ് നിർബന്ധിച്ചാലും വരാത്ത ആളല്ലേ, അറിയില്ലല്ലോ. പിന്നെ ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് എന്റെ ഒടുങ്ങി പോന്നു. അല്ലെങ്കിലും അമ്മയ്ക്ക് വരാൻ തീരുമാനിക്കാൻ ആരെങ്കിലും നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ?
നാക്കിന് എല്ലില്ലാത്തതുകൊണ്ട് എന്തൊക്കെയാ പറയാന്ന് ഒരു നിശ്ചയമില്ല. അതുകൊണ്ടാ ഞാൻ മുന്നിൽ ചെന്ന് നിൽക്കാത്തതെന്നേ. ശരിക്കും പറഞ്ഞാല് എന്തെങ്കിലും പറഞ്ഞാ തിരിച്ചു പറയാൻ പറ്റില്ലല്ലോ. അപ്പോ എല്ലാവരെയും വിറപ്പിച്ച് നിൽക്കുന്ന മാഷിന് സ്വന്തം പേടിയുണ്ടല്ലേ എന്ന് ചോദിച്ചു. പേടിയൊന്നുമല്ല, അതൊരു ബഹുമാനമാ. അങ്ങനെ കൂട്ടിയാ മതി. ജീവിതത്തില് ഏറ്റവും വലിയ കാലം മുഴുവൻ എന്നെയും അവനെയും വളർത്താൻ വേണ്ടിയിട്ട് അധ്വാനിച്ച ആ ജീവിതത്തോടുള്ള ഒരു സ്നേഹം, മക്കളുടെ സഹായം കൂടാതെ ഇപ്പോഴും ഈ പ്രായത്തിലും ഒറ്റയ്ക്ക് ജീവിക്കൂ എന്നുള്ള വാശിയോടും ആ ഒരു ആദരവ്. അതെ അതെ, പക്ഷേ സുധാകരായ എന്നൊരു അമർത്തി വിളിച്ച് ഇപ്പോഴും മക്കളുടെ മുന്നിൽ നിൽക്കുന്ന ചൂരൽ വടിയായി നിൽക്കുന്ന മാഷൊരു കുഞ്ഞു കുട്ടിയായി മാറും എന്ന് മാത്രം. എന്നേക്കാൾ കൂടുതൽ സ്നേഹം നിന്നോടും അടുപ്പമൊക്കെ നിന്നോടല്ലേ. വയസ്സങ്കാലത്ത് ഇങ്ങനത്തെ കോപ്രായം കാണിക്കരുതെന്ന് നിനക്കൊന്ന് പറഞ്ഞൂടെ? എന്ത് കോപ്രായം? പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള കുക്കിംഗ് ചാനലും അതിന് റീൽസും ഈ പ്രായത്തിൽ ചേർന്നാണോ ഇതൊക്കെ? എന്റെ പൊന്നു മാഷേ, എന്നോട് പറഞ്ഞതുപോലെ അമ്മയോടൊന്ന് പറയാൻ ധൈര്യമുണ്ടോ മാഷിന്? അത് പിന്നെ എന്റെ മാഷേ, മനസ്സുകൊണ്ട് മാഷിനേക്കാൾ ചെറുപ്പമാണ്. പിന്നെ ഈ കാലത്തെക്കുറിച്ച് ഒന്നും നമുക്കറിയില്ല എന്നായിരിക്കും അമ്മയുടെ അഭിപ്രായം. പിന്നെ മാഷ് പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോ ഇതൊക്കെ വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും മാഷേ. അതൊന്നും കണക്ക് കൂട്ടണ്ട. വല്ലപ്പോഴും ആ നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ അനിയനും അങ്ങനെ തന്നെ. അപ്പൊ പിന്നെ അലക്കൊഴിഞ്ഞ കാശിക്ക് നേരെ പോവാൻ നേരമില്ലാന്ന് പറഞ്ഞ പോലെ എന്റെ കാര്യവും തഥൈവ. അപ്പൊ പിന്നെ ഇതൊക്കെയല്ലേ ഒരു സമയം പോകാനുള്ളൊരു വഴി. അതങ്ങനെ നടക്കട്ടെ മാഷേ. മാഷിന് തോന്നുന്നുണ്ടോ വിക്രം വേദയെ വിവാഹം കഴിച്ചത് എങ്ങനെയാണെന്ന് അമ്മയ്ക്ക് അറിയാതെയാ അമ്മ ഇങ്ങോട്ട് വന്നതെന്ന്? ഒരിക്കലും അല്ല. തലങ്ങും വിലങ്ങും വന്ന ഓൺലൈൻ വാർത്തകൾ ഫുൾ ടൈം ഫോണും നോക്കി പിടിച്ച് നടക്കുന്ന അമ്മ അറിഞ്ഞിട്ടില്ല എന്നാണോ മാഷിന്റെ വിചാരം? എന്ന് ആ വിവാഹം മാഷിന് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ആദ്യം അറിയാൻ പറ്റുന്നത് അമ്മയ്ക്കായിരിക്കും. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം തന്നെ ആയിരിക്കും ഇങ്ങോട്ടേക്ക് പോകുന്നത്. എന്തിന്? ആ ബന്ധം എല്ലാവരെ കൊണ്ടും അംഗീകരിപ്പിക്കാനാണോ കമല? സംശയമുണ്ടോ? ഉറപ്പായിട്ടും അത് തന്നെയാ. വിക്രത്തോട് അമ്മയ്ക്ക് പ്രത്യേകം ഒരു ഇഷ്ടമുണ്ട് പണ്ട് മുതലേ. അപ്പൊ പിന്നെ ഇവിടെ വന്ന വേദയെ നേരിൽ കണ്ടപ്പോ അമ്മയ്ക്ക് ശരിക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയില് മാഷ ആ കല്യാണം അംഗീകരിച്ചിട്ടില്ല എന്നങ്ങാണ് പറഞ്ഞ എന്താ ഉണ്ടാകുക എന്ന് ഊഹിക്കാലോ. അയ്യോ, ഇത് ഞാൻ നേരത്തെ അപകടം മണത്തതാ. പക്ഷെ വരണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? തൽക്കാലം ഇവിടെ ഇപ്പൊ ഉള്ളതുപോലെ പോട്ടെ. കൂടുതലൊന്നും പറഞ്ഞ അവളുടെ അച്ഛൻ ജില്ലാ ജഡ്ജി ശങ്കർ നാരായണനെ കാണണമെന്നിനി പറയിപ്പിക്കാതിരുന്നാ മതി. എന്താണെങ്കിലും ഞാൻ ട്രഷറി വരെ ഒന്ന് പോയിട്ട് വരാം. പെൻഷന്റെ പേപ്പേഴ്സ് കിട്ടാനുണ്ട്, നേരിട്ട് ചെല്ലണം. മാഷേ എന്ന് വിളിച്ചു. എന്താ കമല? എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങള് മാഷ് വരുന്ന കയറി പാടെ പറയണം എന്നുണ്ടായിരുന്നു. പക്ഷേ അറിയാം, ബഹളം ഉണ്ടാക്കാൻ നിൽക്കരുത്. നീ കാര്യം എന്താന്ന് വെച്ചാ പറ കമല. അത് പിന്നെ വിശ്വം എന്ന് പറഞ്ഞു. ആ ജോലി ഉപേക്ഷിച്ചു, അത്രയല്ലേ ഉള്ളൂ. എന്റെ പൊന്ന് കമല, അവന്റെ ജീവിതത്തിൽ അവൻ ജോലിക്ക് പോകുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ സ്വന്തമായിട്ടാണോ അതോ അവര് പറഞ്ഞു വിട്ടോ എന്ന് ചോദിച്ചോ. പല ദിവസവും ജോലിക്ക് ചെന്നിട്ടുണ്ടായിരുന്നില്ല. നന്നായി. ഇനി അടുത്തതെന്താണാവോ? അത് പിന്നെ നമ്മുടെ വിനായകൻ ഒരു ചിട്ടിപ്പണം ചേർന്ന് കാശുപോയ കാര്യമല്ലേ, അത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. എന്തായാലും എല്ലാ മാസവും അത്രയും രൂപ മാറ്റി വെക്കാൻ മാത്രം അവന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് നിനക്ക് ബോധ്യപ്പെട്ടല്ലോ. അത് മതി. ഇനിയിപ്പോ ഇവിടെ നിന്ന് എന്റെ കാര്യം കൊഴിയും. ഞാൻ അങ്ങ് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് മാഷു പോയി. അപ്പം എന്താ പറയാ, പൊട്ടിത്തെറി ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരുന്ന കമലയ്ക്ക് ഒരു ഷോക്കായി പോയിട്ടോ. അപ്പൊ മാഷിന് ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കാണുന്ന അമ്മിണി മുത്തശ്ശിനെയാണ്. മുത്തശ്ശി നമ്മുടെ നന്ദിനിനെയും അതുപോലെ തന്നെ വിനായകനെയും വിളിച്ച് നിർത്തിയിരിക്കുകയാണ്. പറ, ഒരു മാസം ഈ വീട്ടിൽ എന്ത് ചെലവുണ്ടെന്നുള്ള കാര്യത്തില് നിനക്ക് ഒരു പിടിയുമില്ല അല്ലേ വിനായക? അത് പിന്നെ കാര്യങ്ങൾ അച്ഛൻ നേരിട്ട് നടത്തുന്നത് കൊണ്ട് ഞങ്ങളൊന്നും അറിയാത്ത അച്ഛമ്മേ, അതാണ് കുഴപ്പം. അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഏൽപ്പിച്ച എല്ലാത്തിനും ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാവും എന്നർത്ഥം അല്ലേ മക്കളെ? ഈ തള്ള നമുക്ക് പണിയാവും. വിനായകൻ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ സുധാകരൻ ഇറങ്ങുകയാണ് കേട്ടോ. നീ എങ്ങോട്ടായിപ്പോ എന്ന് ചോദിച്ചു. എനിക്ക് ട്രഷറി വരെ ഒന്ന് പോണമേ. വേദമോള് ദോശ സാമ്പാർ ഉണ്ടാക്കണ്ട്, കഴിച്ചിട്ട് പോവും. വേണ്ടമ്മേ, എനിക്ക് തിരക്കുണ്ട്. വിശന്ന വയറുമായിട്ട് പോയിട്ട് വല്ലയിടത്തും കുഴഞ്ഞ് വീഴണ്ടല്ലേ ചക്ക എന്ന് പറഞ്ഞു. അപ്പം പിന്നെ കേട്ടോടാ,
ഒരു മാസത്തെ വീട്ടു ചെലവിനെ പറ്റി ഞാൻ ഇവരോട് സംസാരിക്കായിരുന്നു. പക്ഷേങ്കിലേ വിനായകൻ പറയുന്നത് നീ എല്ലാം നോക്കി നടത്തുന്നത് കൊണ്ട് അവൻ അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നാ പറഞ്ഞത്. അതെന്തിനാ സുധാകരൻ അങ്ങനെ ചെയ്യണത്? നീ ഒരു കാര്യം ചെയ്യാം, കുറച്ച് മാസത്തേക്ക് വിനായകനോട് കൂടി കുടുംബം നോക്കി നടത്താൻ പറ. അയ്യോ അച്ഛമ്മേ എന്ന് വിളിച്ചു. ചെലവ് കാശിന് കൊടുക്കാൻ പറ്റുന്നത് നീ അവനെ ഏൽപ്പിക്ക്, അത് മതിയടാ. എന്താ? അയ്യോ അച്ഛമ്മേ, അത് പിന്നെ എന്താടാ ഒരു ഞെട്ടല് എന്ന് ചോദിച്ചു. അല്ല, കുടുംബം മുഴുവൻ നടത്തിക്കൊണ്ട് പോകാനുള്ളൊന്നും എനിക്ക് കിട്ടുന്നില്ല. അത്രയും കാശുണ്ടായിട്ടാണോ ഇവൻ ഇത് കുടുംബം നടത്തുന്നത്? നീ എപ്പോഴേലും അന്വേഷിച്ചോ? ഇല്ലല്ലോ. പറയടാ എന്ന് ചോദിച്ചു. നിന്റെ ചേട്ടനോ അങ്ങനെയായി, നീയും അവനെ പോലെ ഇങ്ങനെ അങ്ങനെ നടക്കാനാണോ തീരുമാനം? വിനയേട്ടൻ കൊടുക്കുന്നുണ്ട്. അയ്യോ അറിയാം. അത് പിന്നെ ആഴ്ചയിൽ 350 രൂപ ഇവൻ അമ്മയുടെ കയ്യിൽ വെച്ചു കൊടുക്കും. അതുകൊണ്ട് എല്ലാം ആവുമല്ലോ, സന്തോഷാവുമല്ലോ. അമ്മ പോയി വല്ലതും കഴിക്കാൻ നോക്ക്, വെറുതെ വായിലെ വെള്ളം പറ്റിക്കാന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മാഷങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പൊ വേഗം തന്നെ അമ്മയും ചുമ്മാ ഇങ്ങനെ നിൽക്കുകയാണ്. അതെ, നിന്നോട് ഒരു കാര്യം പറയട്ടെ, കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ചുമലേറ്റിയ പിന്നെ മരണം വരെ ചിലരുടെ കഴുത്തിൽ നിന്ന് അതങ്ങ് പോവില്ല. പറഞ്ഞു കേട്ടിട്ടില്ലേ? അതിനേക്ക് താൻ പോന്ന മക്കളുണ്ടായാൽ മാത്രം പോരാ, ഭാഗ്യം കൂടി വേണം എന്ന് പറഞ്ഞു. എന്റെ മോനത് ഇല്ലാണ്ടായി. അപ്പൊ അമ്മണി അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞിട്ട്, പക്ഷേ ഈ അമ്മണി അച്ഛമ്മ ഉള്ളിടത്തോളം കാലം അങ്ങനെ അച്ഛനെ പറ്റിച്ച് ജീവിക്കാന്ന് നീയും നിന്റെ കെട്ടിയോളും വിചാരിക്കണ്ടടാ, കേട്ടോടാ. അയ്യോ അച്ഛമ്മ, ഞങ്ങളങ്ങനെ വേണ്ട. ആഴ്ചയിൽ വീട്ടിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് ഈ പീത്തക്കാടിയുടെ വയറ് നിറയ്ക്കാനുള്ള കള്ളപ്പലഹാരം വാങ്ങാനായിട്ട് ചെലവാക്കുന്നുണ്ടെന്ന് എനിക്കറിയാവടാ എന്ന് പറഞ്ഞു. ഒരു എപ്പിസോഡ് നിന്നെക്കുറിച്ച് ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് നന്ദിനിയോട്. ഒരു പലഹാര കൊതിച്ചിയുടെ ഒളിച്ചുതീറ്റിയുടെ കഥ എന്ന് ഞാനൊരു തമ്പനയിലും കൊടുക്കും. അച്ഛമ്മേ, നന്നാവാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൊള്ളാം. അതെ, അപ്പൊ വിശ്വേട്ടനും വിക്രമും എല്ലാ തല്ലുകൊള്ളിത്തരം കാണിക്കുന്നുണ്ട്. അത് അവരെ കൊണ്ട് ഒരു കണ്ണിലെ കുഴപ്പമില്ല അച്ഛമ്മയ്ക്ക്. എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യുന്നത് കൊണ്ടായിരിക്കും അല്ലേ അച്ഛമ്മേ കുഴപ്പം? എടാ മോനെ, സ്വന്തം കുറ്റം ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോ മറ്റവനും അങ്ങനെയല്ലേ എന്ന് പറയുന്നവരെക്കാൾ വൃത്തികെട്ടവൻ ഈ ലോകത്ത് വേറെയില്ല എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടേ നീ അവരുടെ കാര്യം നോക്കണ്ട, മനസ്സിലായോ? നീ ഭക്ഷണം കഴിച്ചോ? ഇല്ല എന്നവാ, വീട്ടിലെ പുതിയ മരുമകളുടെ കൈപ്പുണ്യം ഒന്ന് പരീക്ഷിക്കാം, ബാക്കി എന്നിട്ടാവാം. അപ്പം എന്നിട്ട് വാടി നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് വിനായകൻ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോ അവിടെ നിൽക്കും മനുഷ്യ. ആ തലയോട് 4 വർത്തമാനം പറയാൻ പാടില്ലായിരുന്നോ? അതെ, ഒളിച്ചു തീറ്റിയാ പോലും. അതെ, ഇനിയും ഞാൻ തിന്നാം. ഇത് ഇവരൊക്കെ ആരാ ചോദിക്കാൻ? ഇടി പിത്തക്കാളി, ഇടി ഞാനത് സ്നേഹത്തോടെ അല്ലടി വിളിച്ചതാ. അതെ, 1-2 ദിവസം നിന്ന് എല്ലാവരും ഒന്ന് സഹായിച്ച് എല്ലാം ശരിയാക്കി മടങ്ങിപ്പോയിന്ന് അച്ഛമ്മയ്ക്ക് തോന്നിക്കോട്ടെടി. അച്ഛൻ പോലും അച്ഛമ്മ അടുത്ത് പൂച്ചയെ പോലാ നിൽക്കണത്. പിന്നെ നമ്മൾ എന്തിനാ കുഴപ്പമുണ്ടാക്കാൻ നിൽക്കുന്നത്? വാ, വേദ ഉണ്ടാക്കിയ ദോശ സാമ്പാറും തിന്നാം, വാടി എന്ന് പറഞ്ഞ് ഈ നന്ദിനിയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ചെല്ലാണ്. ആ ദോശയും സാമ്പാറും വായും വെക്കാൻ പറ്റാതെ നശിച്ചു പോണേ, അത് കഴിച്ചിട്ട് തള്ളയുടെ വയറ് കേടാവണേ. അപ്പൊ അകത്തേക്ക് ചെന്നിട്ട് 4 ദോശയും സാമ്പാർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇത്രയും ആയില്ലേ? അച്ഛമ്മേ ആയി. അപ്പൊ ശ്രീജ പറഞ്ഞത്, നിന്നോടല്ലല്ലോ ചോദിച്ചത്, അച്ഛമ്മ ഇരുന്നോളൂ ഞാനിപ്പൊ തരാം എന്ന് പറഞ്ഞു. അച്ഛമ്മ അവിടെ ഇരുന്നു. അപ്പം നല്ല വിശപ്പ് ശ്രീജ, എനിക്ക് കൂടി ഇങ്ങെടുത്തോ എന്ന് പറഞ്ഞ് നമ്മുടെ വിഷുവും അവിടെ വന്നിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും പാത്രം വെച്ചു. അപ്പം വിഷത്തിന് വെക്കാൻ തുടങ്ങിയപ്പം വെക്കാൻ വരട്ടെ എന്ന് പറഞ്ഞു വിശ്വം. അതെ, ആഹാരത്തിന് മുന്നിൽ നിന്ന് ആരെയും എഴുന്നേപ്പിച്ചു വിടാൻ പാടില്ല എന്നാ പറയാ. അതുകൊണ്ട് ആഹാരം വെക്കുന്നതിന് മുൻപ് തന്നെ പറയാം. ആഹാരം മുൻപൊക്കെ വിശ്വം നീ എഴുന്നേൽക്കാം എന്ന് പറഞ്ഞു. എഴുന്നേക്കടാ എന്ന് പറഞ്ഞു. അപ്പൊ വിശ്വം ചാടി എഴുന്നേറ്റു. അപ്പൊ വിശ്വത്തിനൊന്നും മനസ്സിലായില്ല. എല്ലാവരും ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് കേട്ടോ. എന്താ സംഭവിക്കുക എന്ന്. കമല എവിടെ പോയി നിനക്കറിയോ? അത് അമ്മ പറമ്പിൽ പോയി, ഇത്തിരി പുകയില കഷായം തളിക്കാനുണ്ടത്രേ. അവള് കഴിച്ചോ ശ്രീജയൻ? ഇല്ല അച്ഛമ്മേ, വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാ പോയത്. അപ്പൊ കുറെ സമയം ആവുമല്ലോ. അത് ശീലവാ. ബ്രേക്ക്ഫാസ്റ്റ് 11 മണി, ലഞ്ച് 3 മണി, രാത്രി ഭക്ഷണം മാത്രം നേരത്തെ കഴിക്കാം അല്ലേ ശ്രീജയൻ? അപ്പോ നിനക്കും അത് ശീലാകുന്നത് വളരെ നല്ലതാ. മാത്രല്ല ഒരാൾ കൂടി സഹായത്തിനുണ്ടെങ്കിൽ അവക്ക് വേഗം തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും കഴിക്കാലോ. മോൻ ചെല്ല്, വേഗം ചെന്ന് പുകയില കഷായം തളിച്ച് തിരിച്ചു വാ.
എന്നിട്ട് മതി ഇനി തീറ്റ. വിഷം പെട്ടു. നോക്കി നിൽക്കാതെ വേഗം ചെല്ലടാ, നിന്നോടല്ലടാ പറഞ്ഞത് എന്ന് ചോദിച്ചു. അവസാനം ഈ തള്ള എന്നെ പട്ടിണിക്കിടുവെന്നാ തോന്നുന്നു ഈ കിളവി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവാണ്. അപ്പം ശ്രീജ പുറകെ ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേനും നീ എങ്ങോട്ടാ എന്ന് ചോദിച്ചു ശ്രീജയോട്. അവനെ സഹായിക്കാനായിട്ടായിരിക്കും അല്ലേ അച്ഛമ്മ? അത് വേണ്ട, നീ ഇവിടെ നിന്നേച്ചാ മതി, മനസ്സിലായോ എന്ന് പറഞ്ഞു. അപ്പം അവിടെ നിന്ന് ശ്രീജ. അപ്പം പിന്നെ നമ്മൾ കാണുന്നത് ദോശയൊക്കെ കൊടുക്കുകയാണ്. എന്നാ മോള് പറഞ്ഞോടെ വെക്കുക, സാമ്പാർ ഒഴിക്കുക എന്ന് പറഞ്ഞു. അപ്പം സാമ്പാറൊക്കെ ഒഴിച്ച് അച്ഛമ്മ കഴിക്കാണ് കേട്ടോ. ആസ്വദിച്ചാണ് ആളുടെ കഴിപ്പ്. എന്താവും എന്നറിയാത്തില്ലാത്തൊരു ടെൻഷൻ. അപ്പം നന്ദിനിയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അച്ഛമ്മ ഇനി എന്താ പറയാൻ പോവുക എന്നറിയാൻ വേണ്ടിയിട്ട്. സാമ്പാറിനെ കുറിച്ച് അച്ഛമ്മ എന്തെങ്കിലും പറയും, ഉറപ്പായിട്ടും ഇവക്കിട്ട് അടി കിട്ടും എന്നുള്ളൊരു ഇതിലാണ് നന്ദിനിയുടെ നിൽപ്പ്. അച്ഛമ്മ ഇങ്ങനെ കഴിച്ചിട്ട് ആളിങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. എന്നിട്ട് അതെ ശരിക്കും പറഞ്ഞാല് എടി ഈ സാമ്പാർ ഉണ്ടാക്കാൻ നിന്നെ പഠിപ്പിച്ചത് ആരാടി എന്ന് ചോദിച്ചു. അപ്പൊ സാമ്പാർ കുളമായി എന്നാണ് ഇവരെല്ലാവരും വിചാരിച്ചത് കേട്ടോ. വേഗം തന്നെ നിന്നോട് ചോദിച്ച കേട്ടോ, നിന്റെ അമ്മയാണോ? അല്ല എന്ന് പറഞ്ഞു. പിന്നെ ആരാ? അമ്മൂമ്മയോ? അല്ല. പിന്നെ ഈ ടേസ്റ്റ് എങ്ങനെ വന്നു എന്നാ ചോദിച്ചത്. അത് പിന്നെ കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും കൂടി വറുത്തരച്ച് ഞാൻ ചേർത്തതാ. അത് മനസ്സിലായി. അതെങ്ങനെയാ നീ പഠിച്ചതെന്നാ ഞാൻ ചോദിച്ചത്. അത് പിന്നെ അച്ഛമ്മയുടെ ചാനലില്ലേ അമ്മിണീസ് കിച്ചൺ, അതിനകത്ത് തന്നെ അതിന്റെ സബ്സ്ക്രൈബർ അച്ഛമ്മ ഞാൻ എന്ന് പറഞ്ഞു. മിടുക്കി. അങ്ങനെ പറ, ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാറിന്റെ അതേ ടേസ്റ്റ് വെറുതെ ഒന്നുമല്ല വന്നത്. നീ ബെൽ ബട്ടൺ അമർത്തിയിട്ടുണ്ടല്ലോ അല്ലേ? പൂവച്ചമ്മേ, എല്ലാ നോട്ടിഫിക്കേഷനും എനിക്ക് വരാറുണ്ട്. ഗുഡ് ഗേൾ, സൂപ്പർ. അച്ഛമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഒരിക്കൽ ഞാൻ പുലാവ് ഉണ്ടാക്കിയിട്ട് ശരിയായില്ല. ഒരിക്കൽ അമ്മയാ അച്ഛമ്മയ്ക്ക് ഇങ്ങനൊരു ചാനലുണ്ടെന്ന് പറഞ്ഞത്. അന്ന് മുതൽ ഭക്ഷണത്തിന്റെ കാര്യം വന്ന അച്ഛമ്മയുടെ ചാനൽ നോക്കിയാ ഞാൻ പ്രിപ്പയർ ചെയ്യാറ്. അച്ഛമ്മയുടെ എല്ലാ പോസ്റ്റും ഫോട്ടോസും ഒക്കെ അപ്പ ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്. എടി ഭയങ്കര തള്ളെ കയ്യിലെടുക്കാൻ ഇത്രയും കാലം ഒപ്പിച്ചു വെച്ചിരിക്കുവായിരുന്നല്ലേ, എന്നിട്ട് നീ പറഞ്ഞില്ല എന്ന നന്ദിനി. അതെയോ, മോർണിംഗ് വാ, ഇവിടെ ഇരിക്കുക. അപ്പൊ വേദയെ വിളിച്ച് അടുത്തിരുത്തി. ഭയങ്കര സന്തോഷമായി ആൾക്ക്. ഹാപ്പി ആയിട്ടോ നമ്മുടെ അച്ഛമ്മയും വേദയും. അതെ, ഞാൻ എന്ത് ചെയ്തിട്ടും എന്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല മോളെ. അതിനൊക്കെ ഒരു ട്രിക്ക് ഉണ്ട്, ടിപ്സ് ഉണ്ട് അച്ഛമ്മേ. എന്താ ഞാനതൊക്കെ പറഞ്ഞു തരാം അച്ഛമ്മയ്ക്ക്. ഓക്കെ, പക്ഷെ ഭക്ഷണം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് എടുത്ത ഫോട്ടോസ് ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യണം. ഒപ്പം ഈ വീടിന്റെ ഒരു ഹോം ടൂറും. അതൊക്കെ നമുക്ക് കലക്കച്ചമ്മേ അല്ലേ ശ്രീജടത്തി? അത് തന്നെ. എന്നാ മോള് കുറച്ചുകൂടി സാമ്പാറിന് ഒഴിക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛമ്മ ആസ്വദിച്ച് കഴിക്കാണ്. സൂപ്പർ എന്നൊക്കെ പറഞ്ഞു. പിന്നെ കാണും നമ്മുടെ വിക്രത്തിനെയാണ്. വിക്രം അതേണ്ട പ്രസംഗിക്കാൻ പോകാൻ റെഡി ആയിട്ട് നിൽക്കാണ്. അപ്പൊ ഇന്ന് ആൾക്കാരുടെ മുന്നിൽ പ്രസംഗിക്കേണ്ടതാണല്ലോ. ആൾക്ക് ഭയങ്കര ടെൻഷനുണ്ട്. പ്രിയപ്പെട്ട നാട്ടുകാരെ എന്നൊക്കെ പറഞ്ഞ് അതേണ്ട കയ്യിൽ ചീപ്പൊക്കെ വെച്ച് പ്രസംഗിക്കുകയാണ് കണ്ണാടിയുടെ മുന്നിൽ നിന്നാ. അത് ശരിയാവൂന്ന് തോന്നില്ല ആങ്ങളമാരെ. അപ്പോഴാണ് വേദ വരുന്നത്. ദൈവമേ, പ്രസംഗിക്കാനും തുടങ്ങിയോ എന്ന്. പ്രിയപ്പെട്ട നാട്ടുകാരെ എന്ന് മാത്രം പോരെ, അത് മതിയോ? അപ്പൊ കുറെ നേരം ഇങ്ങനെ ചിന്തിച്ചു നിന്നു. എന്നിട്ട് സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട നാട്ടുകാരെ, അത് മതി, അതാ അടിപൊളി. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, പ്രവർത്തിക്കാനേ അറിയൂ. അയ്യോ, അത് വാക്കല്ലല്ലോ, തല്ലല്ലേ ഇങ്ങേരുടെ പെരുമാറ്റം. പീപ്പിൾസ് പ്രോഗ്രസീവ് പാർട്ടിയുടെ എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളോട് ചിലതൊക്കെ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അയ്യോ, ഇനി എന്താണാവോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് സമയത്തും നിങ്ങളോടൊപ്പം ഞാനുണ്ടാവോ? എൻ്റെ അമ്മോ, ഇതെന്തൊരു വാഗ്ദാനമായിപ്പോയി. നിങ്ങളെ പറ്റിച്ച ഒരു കോപ്പനും ഈ നാട്ടിൽ കഴിയാമെന്ന് വിചാരിക്കണ്ട. നല്ല ബെസ്റ്റ് ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും KP കുറുക്ക് കമ്പനിക്കാരനെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ പണം നമ്മുടേത് മാത്രമാണ്. ഇതൊക്കെ പറഞ്ഞ് വിക്രം തകർത്ത് പ്രസംഗം നടത്തുകയാണ് കേട്ടോ. ഇത് കേട്ട് വേദ തല കുനിഞ്ഞു നിന്ന് ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പെടപാട്, ഇതൊന്നും ശരിയാവുമെന്ന് തോന്നില്ല. അവസാനം ചീപ്പൊക്കെ വലിച്ചെറിഞ്ഞ് വേദയുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. ആകെ ചമ്മി നാണം കെട്ട് നിൽക്കുകയാണ് കേട്ടോ. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി വരുന്നത് നല്ല അടിപൊളി വിശേഷമാണ്. നമ്മുടെ അമ്മി അച്ഛമ്മ എല്ലാത്തിനെയും കൂടെ അടിച്ചു കൂട്ടി ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു ജി.